ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് കമല വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് മിസ്രീൻ്റെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവണം. അവളുടെ വീട് തരുവനയാണ് കേട്ടോ. തരുവന വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇപ്പോൾ നേരെ നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അബുവിൻ്റെ വീട്ടിലെത്തി. ഞാൻ ബസ്സിൽ കയറി വന്നപ്പോൾ എടുക്കാണ്ടിരുന്ന വീഡിയോ സാരി എടുത്ത് വരുന്നോണ്ടാണ് ഗൈസ്. സാരി എടുത്ത് എങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഞങ്ങൾ അബുവിൻ്റെ ചേച്ചീനെയും കൊണ്ട് സാരി ഉടുപ്പിക്കുക ചെയ്തേ. അബു ഞാനും സാരി, പിന്നെ ഇതാ നമിതയുണ്ട്, പിന്നെ അവിടെ ശകലത്തിരിപ്പുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ വരാണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഇനിയിപ്പോൾ നേരെ മിച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഓക്കെ, ഒരുങ്ങി ഇറങ്ങിയിട്ട് ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടാണ്. അരുണും റിയാസും വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല വെയിലുണ്ട് ഗൈസ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിച്ചുവിൻ്റെ അടുത്തോട്ട് പോവാം. ബാക്കിൽ താരക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് എപ്പോഴാണ് ചേട്ടൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. പോയിട്ട് നോക്കട്ടെ. നമ്മളിതാ മിച്ചുവിൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ പന്തലൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കണുണ്ട്. കല്യാണത്തിന് സന്തോഷം, ടെൻഷനൊന്നുമില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കാം. മന്തി ഉണ്ട്, നെയ്ച്ചോറും ബീഫും ഉണ്ട്. മിച്ചു ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അരുണൊക്കെ പഠിച്ച സ്കൂളാണ് ഗൈസ് കരിങ്ങാലി. അബു ഇവിടെ പഠിച്ചേ? എല്ലാരും ഇവിടെ പഠിച്ചേ? നമ്മളൊക്കെ മാനന്തവാടി. പിന്നെ സ്കൂളിൽ കണ്ട് നിനക്ക് എന്താ പറയാനുള്ളത്? സ്കൂളിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസ് റൂമില്ല, പിന്നെ ഈ ഒരു കളിക്കുന്ന ഊഞ്ഞാലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ എല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്കൂൾ വല്ലാണ്ട് മെച്ചപ്പെടും. ഇപ്പാറ്റം പഠിച്ചാൽ മതിയാണ്. ഒന്നുകൂടെ പഴയ ഇതിലേക്ക് തിരിച്ചു പോയിരുന്ന സൂപ്പറായിരിക്കും. നല്ല തള്ള പോലെ ഉണ്ടാവും. ആ ക്ലാസ്സിൽ ഏറ്റവും വലുതായിരിക്കുന്നു. മക്കളെ ഇവിടെ വെച്ച് പഠിപ്പിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എല്ലാവരും കെട്ടിച്ച് വിടുന്നത്. ഇവിടെയാണ് അബു പഠിച്ചത്. പിന്നെ അരുൺ, അവന്റെ പേരെന്തായിരുന്നു? ബ്ലാക്ക് ഷർട്ട്, അജിത്തോ? അവന് നമ്മുടെ കൂടെ പഠിച്ചേട്ടോ +2. അവനും ഇവിടെയാ പഠിച്ചത്. ഇവരൊക്കെ ഇവിടെ പഠിച്ചത്. ഇവരൊക്കെ അവിടെ പോയി ഊഞ്ഞാലാടുന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുക. സാരി എടുത്തോണ്ട് അധികം ഒന്നിലും കയറാൻ വേണ്ടി പറ്റുന്നില്ല. നമിത ഇതപ്പുറത്ത് മാറിയിരിക്കുക. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് എല്ലാവരും. ദൈസ് നമിത ഇവിടെ ഇരിപ്പുണ്ട്. അവന്മാരതാ കണ്ടോ, അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു. വേറെ ഏതൊക്കെയോ പിള്ളേരവിടെ വന്നിരിപ്പുണ്ട്. കൊള്ളാം എന്തായാലും. നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. ഇനി നേരെ അബുവിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ മിച്ചുവിൻ്റെ അടുത്തോട്ട് പോകും അല്ലേ? തിരിച്ചു അബു ഇതും കൊണ്ട് വന്നിരിക്കുന്നു. എല്ലാരും ലൈം കുടിക്കുക കേട്ടോ. അവനിവിടെ ഇല്ലപ്പം. റിയാസേ ഗൈസ്, അവര് പോയി ഗൈസ്. പിന്നെയും മിച്ചുവിൻ്റെ അടുത്തോട്ട് പോവാണ്. അമ്മേ, ആ ചേട്ടൻ ഇതിലായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം പോയപ്പം ചേട്ടൻ വരാനാവുന്നുണ്ടാവുള്ളൂ അല്ലേ? ചേട്ടൻ വരാനാണല്ലോ. ഇവള് സാരി മാറ്റി, ഞാൻ മാത്രം സാരി ഉടുത്തിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിഷ്ടമായി. വല്ലപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ സാരി ഉടുക്കാണ്ടി പറ്റൂ. നമുക്ക് അവിടെ പോയിട്ട് ചേട്ടനൊക്കെ വന്ന് നോക്കാം. അടുത്ത മാസം ഉള്ള കല്യാണം. ഓരോരുത്തരുടെ കല്യാണം ഇങ്ങനെ നിരയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അബുവിൻ്റെ ആയിരിക്കും കഴിഞ്ഞിട്ട് ഫുൾ ആൾക്കാർ. നമ്മൾ ചിലപ്പം ചേട്ടൻ വരുന്നതിന് മുന്നേ ആയിരുന്നു. കാരണം ചേട്ടനൊക്കെ വരാൻ ലേറ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അവർ വരുന്നതിന് മുമ്പ് മിച്ചുവിനെ കണ്ട് പോകും. സങ്കടമുണ്ട്. ഇപ്പോഴേ കരയാണ്ടിരിക്കുവാണ് ഗൈസ്. നീ ഇപ്പോഴേ കരയാണോ? അത് കണ്ണൊക്കെ നിറഞ്ഞ്. ഞാൻ കരയൊന്നില്ല. ചെറുതു മുതലേ ഇവര് ഒരുമിച്ച് കളിച്ചു വളർന്നല്ലേ? കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇവളുടെ വീട് ഇതിന്റെ നേരെ അപ്പുറത്താണ്. ഇവള് കരയുന്ന തോന്നുന്നു. അടുത്ത മാസം ഇവളും പോകും. അപ്പൊ സെറ്റാവും. അന്നായിരിക്കും കൂട്ടക്കരച്ചിലൂടെ. ഇപ്പൊ ഇവക്ക് ടെൻഷൻ.
നേരത്തെ എന്തായിരുന്നു മനുഷ്യൻ. നേരത്തെ ഭയങ്കര ഹാപ്പിയാണ്. അച്ചു വന്നിട്ടുണ്ട്. അച്ചുവിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും പോവാ. ഞങ്ങൾ പോവാണ്. മിച്ചു ബൈ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നോട് അച്ഛനുണ്ട്, അച്ഛനും 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ മുന്നിൽ അടക്കുക. ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നില്ല എന്നല്ല, അവിടെ വന്നു. പക്ഷെ ഫുൾ ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പം ടൗണിലോട്ട് എത്തേണ്ട ഒരു ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഇനിയിപ്പം ജസ്റ്റ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിലൊന്ന് പോകണം ഗൈസ്. ഇതാ അച്ഛൻ്റെ ഫ്രണ്ട്സ് ബ്ലൗസ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തരുവണ സ്കൂളിൽ ഒന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഇവർ വീട്ടിലോട്ട് പോകും. ഞാൻ ടൗണിൽ പോയിട്ട് എനിക്ക് ചെറിയ പരിപാടിയുണ്ട്. അത് ഞാൻ ടൗണിൽ ചെന്നിട്ട് കാണിച്ചു തരാം, ചാർജ് ഉണ്ടെങ്കിൽ. നേരെ നമുക്കിപ്പോൾ സ്കൂളിലോട്ട് പോവാം. ഗൈസ് നമ്മുടെ സ്കൂൾ അതാട്ടോ, ഹയർ സെക്കൻഡറി. അവിടെ ഫുൾ ക്ലീനിങ്ങാണ്. ഇതായി സ്കൂള്. ഇതവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇതാണ് നമ്മുടെ സ്കൂള്, തരുവണം, GHS തരുവണം. ഗൈസ് നമ്മളിവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പം തരുവണമായിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.